ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവിനെയും സ്ത്രീയെയും ആക്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെയൊക്കെ കാരണമെന്ന് വിചാരിച്ചാൽ ഒന്ന് ഭരണപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ, അതുപോലെ തന്നെ യൂണിയൻ, ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇവർ ഇതെല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സർക്കാരാണെങ്കിലും ഈ ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാം നിലനിൽക്കുന്നത് പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. അപ്പോൾ സർക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ജനങ്ങളെ ബഹുമാനിക്കുകയും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എത്രയും പെട്ടെന്ന് അവരുടെ പരാതി കേട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി അവരെ അത് സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഒരൊറ്റ മാർഗമുള്ളൂ. ഒന്ന്, സർക്കാർ ഓഫീസുകളിലെല്ലാം ക്യാമറ വയ്ക്കുക. രണ്ട്, ഇങ്ങനെയുള്ള ശിക്ഷ ചെയ്യുന്നവരെ പൊതു ഇടങ്ങളിൽ അവരെ വർക്ക് ചെയ്യിപ്പിക്കുക. മൂന്ന്, ജനങ്ങളെ ബോധവൽക്കരിക്കുക നിയമ വ്യവസ്ഥയെക്കുറിച്ചും. അതുപോലെ തന്നെ അവർക്ക് ധനസഹായം നൽകുക. എന്നാൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഒരു കാരണമുണ്ട്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, അവർക്ക് തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ വരും. അവർക്ക് വീടിൻ്റെ ലോൺ അത് അടയ്ക്കാൻ കഴിയില്ല, ചിട്ടിക്കാശ് അടയ്ക്കാൻ കഴിയില്ല, പിന്നെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടും. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇതൊന്നും ഇവർ മനസ്സിലാക്കില്ല. അധികാരം, സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ എന്നുള്ള ചിന്തയാണ്. അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് മാറണം, അന്ന് മാത്രമാണ് ഇവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ.